Redmi 9A ഷവമിയുടെ ഏറ്റവും പുതിയ എൻട്രി ലെവൽ സ്മാർട്ട് ഫോണാണ്. എനിക്ക് തോന്നുന്നു കമ്പനി നിലവിൽ വിൽക്കുന്ന ഏറ്റവും വില കുറഞ്ഞ ഫോണാണ് ഇത് എന്നുള്ളത്. 6800 രൂപയാണ് 2GB വേരിയൻറ്റിൻ്റെ വില. 7500 രൂപയ്ക്ക് 3GB വേരിയൻറ്റും വരുന്നുണ്ട്. 32GB ആണ് ഈ രണ്ട് മോഡലും മെമ്മറി ആയിട്ട് വരുന്നത്. ബൈ ദ വേ, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ നവാസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ക് ആൻഡ് ടെക്. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. റെഡ്മി 8A എന്ന മുന്നത്തെ മോഡലായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പേരിൽ 9A ആയി എന്നല്ലാണ്ട് പ്രത്യേകിച്ചൊരു ഫീച്ചർ അപ്ഗ്രേഡ് ഉണ്ടായിട്ടില്ല ഈ ഒരു ഫോണിൽ. മാത്രവുമല്ല, കുറേ കാര്യത്തിൽ ഫീച്ചേഴ്സിൻ്റെ കുറേ കാര്യങ്ങളിൽ പുറകിലോട്ട് പോയിട്ടുമുണ്ട്. ഫോണിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എന്തായാലും നമുക്ക് നോക്കാം. 6.5 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ് റെഡ്മി 9A ഫോണിന്. 1600x720 റെസൊല്യൂഷൻ വരുന്ന ഒരു ഡോട്ട് നോച്ച് ഡിസ്പ്ലേ. 6.2 ഇഞ്ചിൽ നിന്ന് 6.5 ഇഞ്ചായി ഡിസ്പ്ലേ സൈസ് ഉയർത്തി എന്നുള്ളതും സ്ക്രീൻ റെസൊല്യൂഷനിൽ വന്ന നേരിയ വർധനവും നമുക്ക് പോസിറ്റീവായിട്ട് പറയാം. ഇത്തിരി വലിയ ബെസൽസാണ് ഇതിനെ ചുറ്റും പോകുന്നത്. TUV സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു റീഡിംഗ് മോഡ് ഈ ഫോണിൽ ഉള്ളതായിട്ട് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. കുറേ സമയം നമ്മൾ ഫോണിൽ നോക്കിയിരുന്നാലും കണ്ണുകൾക്ക് കൂടുതൽ ദോഷം വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മെച്ചം. കുട്ടികൾക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ ലക്ഷ്യം വെച്ചാണ് ഈ ഒരു മൂവ്മെൻറ്റ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഡിസ്പ്ലേ ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിലും വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. വിസിബിലിറ്റി പ്രശ്നങ്ങൾ ഒന്നും കാര്യമായിട്ടില്ല. പക്ഷേ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ വരുമ്പോൾ ഇത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ് ഫോണിൻ്റെ ഫ്രണ്ടിൽ വന്ന മാറ്റങ്ങൾ. 8Aയിൽ ഉണ്ടായിരുന്ന ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ 9Aയിൽ വന്നപ്പോൾ കമ്പനി എടുത്തു കളഞ്ഞു. അതുപോലെ തന്നെ 8 മെഗാപിക്സൽ സെൽഫി ക്യാമറ ഉണ്ടായിരുന്ന സ്ഥാനത്ത് 5 മെഗാപിക്സലായിട്ട് ചുരുക്കുകയും ചെയ്തു. എന്നിരുന്നാലും നല്ല ലൈറ്റ് ഉള്ള സിറ്റുവേഷൻസിൽ തരക്കേടില്ലാതെ സെൽഫീസ് എടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പോർട്രേറ്റ് മോഡ് ഉണ്ടെങ്കിലും വേണ്ടത്ര എഡ്ജ് ഡിറ്റക്ഷൻ ആക്യുറസി ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫോണിലെ ഫേസ് അൺലോക്ക് ആക്യുറേറ്റ് ആണ്, പക്ഷേ ചെറിയ ഒരു ലാഗ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലൈറ്റ് ഇത്തിരി കുറവുള്ള സമയങ്ങളിൽ ഫേസ് അൺലോക്ക് നല്ലപോലെ വർക്ക് ചെയ്യുന്നില്ല എന്നും കൂടെ പറയാം. പുറകിലേക്ക് വരുവാണെങ്കിൽ പോളി കാർബണേറ്റ് ബോഡിയാണ്. ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ കുറ്റങ്ങളൊന്നും പറയാനില്ല. ഒരു പാറ്റേണുള്ള ഡിസൈനാണ്, ഗ്രിപ്പൊക്കെ ഉള്ള കൊള്ളാം. നാച്ചുർ ഗ്രീൻ എന്ന് പറഞ്ഞ കളറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അവൈലബിൾ ആയിട്ടുള്ള മറ്റ് 2 കളറുകൾ ബ്ലാക്കും ബ്ലൂ കളറുമാണ്. ഒരു സിംഗിൾ 13 മെഗാപിക്സൽ മെയിൻ ക്യാമറയാണ് വരുന്നത്. ആവറേജ് ക്വാളിറ്റിയുള്ള പിക്ചേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. HDR ഓണാക്കി കഴിഞ്ഞാൽ ഡൈനാമിക് റേഞ്ച് ഇത്തിരി കൂടെ ബെറ്റർ ആവുന്നുണ്ട്. പക്ഷേ കൈകൾ സ്റ്റേബിളാക്കി വെക്കാൻ നോക്കുക. അതുപോലെ തന്നെ പോർട്രേറ്റ് മോഡ് സിംഗിൾ ക്യാമറ ആയതുകൊണ്ട് തന്നെ അത്ര പെർഫെക്റ്റ് അല്ല. അതേപോലെ ലോ ലൈറ്റ് പിക്ചേഴ്സും ഇത്തിരി നോയ്സിയാണ്. 1080-30 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാമെങ്കിലും വേണ്ടത്ര സ്റ്റെബിലൈസേഷൻ ഇല്ല എന്നുള്ളത് ഷേക്കി ഫൂട്ടേജസ് കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും. എന്തൊക്കെയാണെങ്കിലും 7000 രൂപയിൽ താഴെ വരുന്നൊരു ഫോണാണ്. അതിനുള്ള ക്യാമറ ക്വാളിറ്റിയൊക്കെ ഉണ്ട് എന്ന് തന്നെ പറയാം. ഫോണിൻ്റെ മുകളിലായിട്ടാണ് ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടുള്ളത്. ഷവമി ഫോണുകളിൽ സ്ഥിരം കാണുന്ന ഇൻഫ്രാറെഡ് ബ്ലാസ്റ്റർ ഈ ഫോണിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോൺ റിമോട്ടായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ലെഫ്റ്റ് സൈഡിലാണ് 3 കാർഡുകൾ ഇടാൻ പറ്റുന്ന സിം ട്രേ. റൈറ്റ് സൈഡിൽ പവർ ബട്ടണും വോളിയം സ്വിച്ചുകളും. താഴെ സ്പീക്കർ ഗ്രില്ലിനും മൈക്രോഫോണിനും കൂടെ കൊടുത്തിട്ടുള്ളത് മൈക്രോ USB പോർട്ടാണ്. അതെ, മൈക്രോ USB. വീണ്ടും ഡൗൺഗ്രേഡ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. റെഡ്മി 8Aയിൽ Type-C പോർട്ടായിരുന്നു. അതുകൂടാതെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടിങ്ങും ഉണ്ടായിരുന്നു. ഇത് രണ്ടും ഈ മോഡൽ ഒഴിവാക്കിയത് കമ്പനിയുടെ ഭാഗത്തു നിന്ന് വന്ന മോശം തീരുമാനം തന്നെയാണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞാൻ ഫോണിൻ്റെ ബോക്സിലെ കണ്ടൻസ് കാണിച്ചിട്ടില്ല. ഫോൺ കൂടാതെ ബോക്സിനകത്ത് വരുന്നത് യൂസർ മാനുവൽസും വാറണ്ടി പേപ്പേഴ്സും, ഒരു 10 വാട്ടിൻ്റെ നോർമൽ ചാർജർ, ഒരു മൈക്രോ USB കേബിള്, പിന്നെ സിം ഇജക്റ്റ് പിന്നും. ഫോണിൻ്റെ ഇൻറ്റേർണൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് ഫോണിന് കരുത്ത് പകരുന്നത്. 1.5 ദിവസം മുതൽ 2 ദിവസം വരെ നമുക്ക് ബാറ്ററി ലൈഫ് ഈസി ആയിട്ട് പ്രതീക്ഷിക്കാം. മീഡിയാടെക് ഹെലിയോ G25 ആണ് പ്രോസസ്സർ. 2 GHz വരെ മാക്സിമം ക്ലോക്ക് സ്പീഡ് വരുന്ന ഒരു ഒക്ടാ കോർ പ്രോസസ്സറാണ്.
ഹൈപ്പർ എഞ്ചിൻ ടെക്നോളജിയുള്ള ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സർ കൂടിയാണ് G25. നമ്മൾ ബഡ്ജറ്റ് ഫോണുകളിലൊക്കെ ഇതേപോലെ ഗെയിമിംഗ് പ്രോസസ്സേഴ്സ് വരുന്നത് നല്ല കാര്യം തന്നെയെന്ന് പറയാം. 12 നാനോമീറ്റർ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പവർ എഫിഷ്യൻസിയും പ്രതീക്ഷിക്കാം. കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ ഡ്യുവൽ 4G സപ്പോർട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ് G25. നമ്മൾ സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ MIUI 12 ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്ന ഫോണാണ് Redmi 9A. ആൻഡ്രോയിഡ് 10 ബേസ്ഡ് ആണ്. കുറേ അധികം ജങ്ക് ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഇൻ്റർഫേസ് ആണെങ്കിൽ കൂടി കൂടുതൽ പരസ്യങ്ങൾ വരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് ഈ ഒരു വീഡിയോയിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ചെറിയ വിലയിലൊരു സ്മാർട്ട് ഫോൺ ഇതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു മോഡലാണ് Redmi 9A. സിമ്പിളായിട്ടുള്ള ഉപയോഗങ്ങൾക്കൊക്കെ വാട്സപ്പ്, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾക്കൊക്കെ തിരഞ്ഞെടുക്കാവുന്ന ഒരു മികച്ച ഫോൺ തന്നെയാണ് ഈ Redmi 9A. 6800 രൂപയുടെ 2GB മോഡലിനേക്കാൾ നല്ലത് ഒരു 700 രൂപയും കൂടെ കൂട്ടിയിട്ട് 7500 രൂപയ്ക്ക് വരുന്ന 3GB മോഡൽ സെലക്ട് ചെയ്യാണ് നിങ്ങൾക്ക് ബെറ്റർ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. ആമസോൺ, MI സ്റ്റോർ എന്നിവ വഴി ഫ്ലാഷ് സെയിൽ മോഡലായിട്ടാണ് ഈ ഫോണിൻ്റെ വിൽപ്പന വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് Redmi 9A എന്ന മോഡലിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ നമ്മൾ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഫോണിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.